എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഴുവൻ ഡിറ്റക്ഷനാണ് പറഞ്ഞത്, പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനാണ്. ഇനി അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത എലമെൻറ്റ്സ് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടെത്താനുള്ളതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എസ്റ്റിമേഷനാണ് പഠിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ബൈ ലീബിഗ്സ് മെത്തേഡ്. ലീബിഗ് എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടുന്നത് കാർബണും ഹൈഡ്രജൻ്റെയും എസ്റ്റിമേഷനായിട്ട്. മെത്തേഡിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ലോങ് ട്യൂബ്, അതിൽ ഓക്സിജൻ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നു. പിന്നെ ഒരു ഹീറ്റ് ചെയ്യാനുള്ള ഒരു ബർണർ ഉണ്ട്. അവിടെയാണ് അതിൻ്റെ മുകളിലാണ് ഓർഗാനിക് കോമ്പൗണ്ട് വെക്കുന്നത്. ക്ലോസ്ഡ് വെസലാണ്. അതിൽ നിന്ന് നേരെ ഒരു കോപ്പർ ഗേജ് ഉണ്ട്, അതാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ 2 യു ട്യൂബുകളുണ്ട്. നമ്മൾ ആ ലീബിക് മെത്തേഡിലുള്ള അപ്പാരറ്റസിൽ 2 യു ട്യൂബുകൾ നമ്മൾ നേരത്തെ കണ്ടു. അതിലൊന്നാമത്തെ യു ഷേപ്പിലുള്ള ട്യൂബിൽ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡാണ്. അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് മുൻകൂട്ടി വെയിറ്റ് എടുത്തിട്ടുള്ള പ്രീവിയസ്ലി വെയ്ഡ് അൺഹൈഡ്രസ് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് ആ യൂട്യൂബിൽ നിറച്ചിട്ട് കോർക്കിട്ട് മുകളിൽ റെഡ് കളറിൽ കാണുന്നത് കോർക്കാണ്. കോർക്കിട്ട് അടച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റ് കണക്കാക്കും. എന്നിട്ട് നമ്മൾ നോൺ വെയിറ്റ് ഉള്ള അതാണ് ആ യൂട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ യൂട്യൂബിൽ കോൺസെൻട്രേറ്റഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH സൊല്യൂഷനാണ്. അപ്പോൾ ആ KOH സൊല്യൂഷനും അതിൻ്റെയും നമ്മൾ വെയിറ്റ് മെഷർ ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ 2 യൂട്യൂബിൽ ഒന്നിൽ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡും രണ്ടാമത്തിൽ കോൺസെൻട്രേറ്റഡ് KOH ആണ് ആഡ് ചെയ്യുന്നത്. പ്രോസസ്സ് എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഓർഗാനിക് കോമ്പൗണ്ട്, നോൺ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള മുഴുവൻ കാർബണും കാർബൺ ഡയോക്സൈഡായിട്ട് മാറും, മുഴുവൻ ഹൈഡ്രജനും വാട്ടറായിട്ട് മാറും. വരുന്ന കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാവും, H2O. ആ വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും കൂടി ആദ്യം കടന്നു പോകുന്നത് അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിലൂടെയാണ്. അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ പ്രത്യേകത അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതിലൂടെ ബാക്കി കാർബൺ ഡയോക്സൈഡ് അതിലൂടെ പാസ് ചെയ്യുകയും ആ കാർബൺ ഡയോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ വേപ്പർ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റ് കൂടും. അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്യാം. KOH അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി KOHൻ്റെ വെയിറ്റിൻ്റെ ഇൻക്രീസ് ഇൻ മാസിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റിലുണ്ടായ ഇൻക്രീസും അല്ലെങ്കിൽ മാസിലുണ്ടായ ഇൻക്രീസും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മാസിലുണ്ടായ ഇൻക്രീസും നിന്ന് നമുക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എത്രത്തോളം കാർബണും ഹൈഡ്രജനും ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷനാണ് കൊടുത്തിട്ടുള്ളത്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ, നമ്മൾ എടുത്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് m ഗ്രാംസ് ആണ്. അവിടെ ഉണ്ടാവുന്ന H2O എത്ര ഉണ്ടായി, മാസ് ഓഫ് H2O ഫോംഡ് m1 ഗ്രാം, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് m2 ഗ്രാം. രണ്ടും നമുക്ക് കിട്ടുന്നത് കാൽസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റിലുള്ള മാസിലുള്ള ഇൻക്രീസ്, അതേപോലെ KOHൻ്റെ മാസിലുള്ള ഇൻക്രീസ്, അതാണ് m1 m2. ഇനി അതിൽ ഇക്വേഷൻ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ 12 ഗ്രാം കാർബൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ therefore amount of carbon in m2 gram of carbon dioxide, അങ്ങനെയാണെങ്കിൽ m2 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ 12 × m2 ഡിവൈഡ് ബൈ 44 ആയിരിക്കും. m ഗ്രാം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൽ 12 × m2 ഡിവൈഡ് ബൈ 44 × m ഗ്രാം കാർബൺ ഉണ്ടാവും. 100 ഗ്രാം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇൻറ്റു 100 ആയിരിക്കും. 12 × m2 × 100 ഡിവൈഡ് ബൈ 44 × m ഗ്രാം ഓഫ് കാർബൺ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇങ്ങനെ കാണാം, 12 × m2 × 100 ഡിവൈഡ് ബൈ 44 × m. അപ്പോൾ അതിൽ ഈ ലാസ്റ്റ് ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ്. അതിൽ 18 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഗ്രാം ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ m1 ഗ്രാം ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ
അതിൽ 2 × m1/18 ഗ്രാം ആയിരിക്കും. എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഇൻ m gram ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 × m1/18 × m ആയിരിക്കും. 100 gram ഓർഗാനിക് കോമ്പൗണ്ടിൽ 2 × m1 × 100/18 × m ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × m1 × 100/18 × m ആയിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. ലാസ്റ്റ് ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്തത് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ, അല്ലെങ്കിൽ നൈട്രജൻ എസ്റ്റിമേഷൻ്റെ മെത്തേഡുകളാണ്. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡ്യൂമാസ് മെത്തേഡും മറ്റൊന്ന് ജെൽദാൽസ് മെത്തേഡും ഉണ്ട്. ഇതിലാദ്യം പറയുന്നത് ഡ്യൂമാസ് മെത്തേഡാണ്. ഡ്യൂമാസ് മെത്തേഡിൻ്റെ പ്രത്യേകത, അവിടെ ലിബറേറ്റ് ചെയ്യുന്ന നൈട്രജൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് ആണ് നമ്മൾ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോപ്പർ ഓക്സൈഡും ഓർഗാനിക് കോമ്പൗണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോപ്പർ ഓക്സൈഡും ഓർഗാനിക് കോമ്പൗണ്ടും കൂടി ചേർത്താണ് ആദ്യത്തെ സ്റ്റേജിലെ പ്രോസസ്സ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലാണ്. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. റിയാക്ഷൻ നടക്കുമ്പോൾ ഫ്രീ നൈട്രജനാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് കോപ്പർ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫ്രീ നൈട്രജൻ ആയിട്ടാണ് N2 ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം കുറച്ച് എമൗണ്ടെങ്കിലും നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഏതെങ്കിലും ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം അതൊരു കോപ്പർ ഗേജിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ കോപ്പർ ഗേജിൽ ഉള്ള നൈട്രജൻ്റെ ഓക്സൈഡുകൾ N2 ഗ്യാസായിട്ട് ഫ്രീ നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് അതിലുള്ള നൈട്രജൻ മുഴുവനും ഫ്രീ നൈട്രജനായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടും. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ നേരെ പോകുന്നത് എക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കാണ്. അതിൻ്റെ പ്രത്യേകത, എക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കാനുള്ള കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടാവും. ഇൻ കേസ് ആ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബൺ ഡൈ ഓക്സൈഡിനും ഗ്യാസാണ്, നൈട്രജനും ഗ്യാസാണ്. അപ്പോൾ അക്യുറേറ്റ് നൈട്രജൻ്റെ വോളിയം കിട്ടാൻ വേണ്ടിയാണ് അവിടെ അക്വസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാൻ കാരണം. നൈട്രജൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെങ്കിൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും കോൺസെൻട്രേറ്റഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ആവും. നമുക്ക് അതിൽ പിന്നെ എന്ത് മാത്രമേ കിട്ടുള്ളൂ, നൈട്രജൻ മാത്രം നമുക്ക് ആ ട്യൂബിൽ കിട്ടും. ആ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ലെവൽ താഴോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് വോളിയം ഓഫ് നൈട്രജൻ നമുക്ക് കിട്ടും. നമ്മൾ കാണിച്ച ആ ഭാഗത്ത്, റെഡ് കളറിൽ കാണിച്ച ആ ഭാഗത്താണ് നൈട്രജൻ ഫില്ല് ചെയ്തിട്ട് നിൽക്കുക. അതിൽ കാലിബ്രേറ്റഡ് ട്യൂബാണ്. അതിന് നമുക്ക് അക്യുറേറ്റ് വോളിയം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. കിട്ടിയ നൈട്രജൻ്റെ അളവ് വെച്ചാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മളെടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് m ഗ്രാമാണ്. കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം V1 ml, റൂം ടെമ്പറേച്ചർ T1 കെൽവിനും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ Pയും, അക്വസ് ടെൻഷൻ അറ്റ് T കെൽവിൻ P' ആണെങ്കിൽ പ്രഷർ ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് T കെൽവിൻ, നൈട്രജൻ ഗ്യാസിൻ്റെ പ്രഷർ T കെൽവിനിൽ P - P' ദാറ്റ് ഈസ് ഈക്വൽ ടു P1 എന്നാണ് നമ്മൾ എടുക്കുന്നത്. STPയിൽ നൈട്രജൻ്റെ വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP is equal to P1 millimeter into P1 ml into 273 Kelvin divided by T1 into 760 mm എന്നായിരിക്കും. അപ്പോൾ അവിടെ റിസൾട്ടൻ്റ് വോളിയം, ഈ കാൽക്കുലേഷനിലൂടെ കിട്ടുന്ന വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP VmL ആയിട്ടാണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണ് 22,400 ml നൈട്രജൻ്റെ വെയിറ്റ് 28 ഗ്രാമാണ് STPയിൽ. നമുക്കറിയാം മോളാർ വോളിയം നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ 28 ഗ്രാം ആയിരിക്കും STPയിൽ. അങ്ങനെയാണ് VmL നൈട്രജൻ അറ്റ് STP വെയ്സ്. VmL നൈട്രജൻ STPയിൽ അതിൻ്റെ വെയിറ്റ് 28 × VmL ഡിവൈഡ് ബൈ 22,400 ml ഗ്രാംസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 28 × V × 100 ഡിവൈഡ് ബൈ 22,400 × m എന്നാണ് അതിൻ്റെ പെർസെൻറ്റേജ് വരിക. ലാസ്റ്റ് ഇക്വേഷൻ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞത് ഡ്യൂമാസ് മെത്തേഡിലെ കാൽക്കുലേഷനാണ്. രണ്ടാമത്തെ മെത്തേഡാണ് ജെൽദാൽസ് മെത്തേഡ്. ജെൽദാൽ മെത്തേഡിൽ ആദ്യം നടക്കുന്നത് ഡൈജസ്റ്റനാണ്.
രണ്ടാമത് നടക്കുന്നത് ഡിസ്റ്റിലേഷൻ. ഈ രണ്ട് പ്രോസസ്സുകളാണ്, ഒന്ന് ഡൈജഷൻ, രണ്ടാമത്തെ ഡിസ്റ്റിലേഷൻ ഉൾപ്പെടുന്നതാണ് ജൽദാൽ മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജൻ പ്രസൻറ്റ് ഇൻ ദി ഓർഗാനിക് കോമ്പൗണ്ട്, സൾഫ്യൂരിക് ആസിഡ് ചേർത്താണ് ഡൈജഷൻ നടത്തുന്നത്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ഡൈജഷൻ നടത്തുന്ന സമയത്ത് കോപ്പറിൻ്റെ പ്രസൻസിൽ നൈട്രജൻ എന്തായിട്ട് മാറും? അമോണിയം സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ പ്രോസസ്സാണ് ഡൈജഷനിൽ നടക്കുന്നത് ജൽദാൽ ഫ്ലാസ്കിലാണ്. ജൽദാൽ ഫ്ലാസ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കും. ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യുക, നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ചേർക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ. അതിനോടൊപ്പം കോപ്പർ സൾഫേറ്റ്, ഓർഗാനിക് കോമ്പൗണ്ട്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോപ്പർ സൾഫേറ്റ്, ഇത്രയും ജൽദാൽ ഫ്ലാസ്കിൽ ചേർത്താണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ഡിസ്റ്റിലേഷൻ. ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. അവിടെ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അമോണിയം സൾഫേറ്റാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഡൈജഷൻ നടക്കുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡും കോപ്പറിൻ്റെയും പ്രസൻസിൽ ഉണ്ടാകുന്ന അമോണിയം സൾഫേറ്റാണ്. ഈ അമോണിയം സൾഫേറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ചൂടാക്കുകയാണ്. അതാണ് ആ റെഡ് കളറിലുള്ള റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ചെയ്യുന്നത്. അമോണിയം സൾഫേറ്റും ജൽദാൽ ഫ്ലാസ്കിൽ നിന്നുള്ള അമോണിയം സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേർത്ത് ചൂടാക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം സൾഫേറ്റും വാട്ടറും അമോണിയയാണ് കിട്ടുന്നത്. ആ അമോണിയയാണ് നമ്മൾ ആ ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അമോണിയ NH3 അമോണിയയെ നമ്മൾ നേരെ പാസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡിലേക്കാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകത, അത് നമ്മൾ നോൺ കോൺസെൻട്രേഷനുള്ള ഒരു ഫിക്സഡ് വോളിയം സൾഫ്യൂരിക് ആസിഡിലേക്കാണ് പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുക. നോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനെ പറയുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷന് ഫിക്സഡ് വോളിയം സൾഫ്യൂരിക് ആസിഡിലേക്കാണ് അമോണിയ പാസ് ചെയ്യുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അങ്ങനെ അതിന് ശേഷം ബാക്കി വരുന്ന സൊല്യൂഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് NaOHുമായിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് NaOHുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എത്ര അൺറിയാക്റ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിലുണ്ടെന്ന് കണ്ടെത്താൻ. സൾഫ്യൂരിക് ആസിഡിലേക്കാണ് അമോണിയ പാസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എത്ര റിയാക്ട് ചെയ്യാതെ എത്ര സൾഫ്യൂരിക് ആസിഡ് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? എത്ര സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്തു, അപ്പോൾ അതിൽ എത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു, ആ അമോണിയയിൽ എത്ര നൈട്രജൻ ഉണ്ട് എന്നുള്ള ആ രൂപത്തിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ആ സൊല്യൂഷൻ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ NaOHുമായിട്ടാണ്, സ്റ്റാൻഡേർഡ് NaOH ബ്യൂററ്റിലെടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് NaOHുമായിട്ടാണ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത്. അങ്ങനെയാണ് ഹൗ മച്ച് സൾഫ്യൂരിക് ആസിഡ് ഈസ് റിയാക്റ്റഡ് ആൻഡ് ഹൗ മച്ച് അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ജൽദാൽ മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ, ലെറ്റ് ദി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ, അതായത് നമ്മളെടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് m ഗ്രാമാണ്. പിന്നെ വോളിയം ഓഫ് H2SO4 ഓഫ് മൊളാരിറ്റി m ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ NH3 പാസ് ചെയ്യാൻ വേണ്ടി ആ കോണിക്കൽ ഫ്ലാസ്കിൽ എത്ര വോളിയം ആണ് സൾഫ്യൂരിക് ആസിഡ്, അതാണ് VmL. ഇനി ആ VmL റിയാക്ട് ചെയ്തതിന് ശേഷം അതുമായിട്ട് ടൈട്രേഷൻ നടത്തിയപ്പോൾ എത്ര NaOH m മൊളാരിറ്റി ഉള്ള എത്ര വോളിയം അല്ലെങ്കിൽ എത്ര ml NaOH ആണ് സൾഫ്യൂരിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തത്, അതാണ് V1 ml. ഇനി അങ്ങനെ V1 ml NaOH, അതായത് ആ V1 ml എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ന്യൂട്രലൈസേഷൻ സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു NaOHൻ്റെ വോളിയാണ്. അങ്ങനെയുള്ള ആ V1ൽ നമ്മൾ അത് ഈക്വലാണ് എന്തിന്? V1/2 ml ഓഫ് H2SO4 ഓഫ് മൊളാരിറ്റി m മൊളാരിറ്റി ഉള്ള V1/2, അതായത് എത്രയാണോ NaOH എടുത്ത് അതിൻ്റെ പകുതി, എത്രയാണോ NaOH യൂസ് ചെയ്ത് അതിൻ്റെ പകുതി വോളിയം മാത്രമാണ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വോളിയം സൾഫ്യൂരിക് ആസിഡാണ് അതിൽ എക്സസ് ആയിട്ട് ഉണ്ടാവുന്നത്. ml എടുത്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് V1/2 നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ അൺയൂസ്ഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ വോളിയം V-V1/2 ml ആയിരിക്കും. V-V1/2 ml ഓഫ് H2SO4 മൊളാരിറ്റി m എന്തിന് ഈക്വലൻ്റ് ആണ്? അതിൻ്റെ ഇരട്ടി 2 × V-V1/2
ml of NH3 solution of molarity m molarity ഉള്ള V minus V1/2 into 2 ml NH3 solution equivalent ആയിരിക്കും V minus V1/2 ml of H2SO4 of molarity m. 1000 ml of 1 molar NH3 solution contains 17 gram of NH3 or 40 gram of nitrogen. അങ്ങനെയാണെങ്കിൽ 2 into V minus V1/2 ml of NH3 solution of molarity m contains, അതായത് നമ്മൾ എത്രയാണോ NH3 പ്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു ജൽദാൽ മെത്തേഡിലെ റിയാക്ഷനിൽ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് 2 into V minus V1/2 ml of NH3 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 14 into m into 2 into V minus V1/2 divided by 1000 gram of nitrogen. Percentage of nitrogen produced equal to 14 into m into 2 into V minus V1/2 divided by 1000 into 100 by m എന്നാണ് നൈട്രജൻ്റെ പെർസെൻറ്റേജ്. ജൽദാൽ മെത്തേഡ് ചില നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചില ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്ന നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമല്ല ജൽദാൽ മെത്തേഡ്. അതിനുള്ള കാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നൈട്രജനാണ് ഒന്ന് റിങ്ങിലുള്ള നൈട്രജൻ. നിങ്ങൾ ആദ്യത്തിൽ കാണുന്നുണ്ട് ബെൻസിൻ്റെ റിങ്ങിലുള്ള ഒരു നൈട്രജൻ, രണ്ടാമത്തെ നൈട്രോ ഗ്രൂപ്പിലെ നൈട്രജൻ, അതേപോലെ അസോ കോമ്പൗണ്ട്സിൻ്റെ ഡൈസോണിയം സാൾട്ട് പോലെയുള്ള അസോ കോമ്പൗണ്ട്സിലെ നൈട്രജനും ഇതുപോലെ ഈ ജൽദാൽ മെത്തേഡ് ഉപയോഗിച്ച് നൈട്രജൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. അതിനുള്ള കാരണം ജൽദാൽ മെത്തേഡിൽ നമ്മൾ അതിനെ ഈ നൈട്രജൻ കോമ്പൗണ്ടിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ റിങ്ങിലുള്ള നൈട്രജനും നൈട്രോ ഗ്രൂപ്പിലെ നൈട്രജൻ അതേപോലെ അസോ കോമ്പൗണ്ട്സിലെ നൈട്രജനൊന്നും സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറൂല. അതുകൊണ്ടാണ് ജൽദാൽ മെത്തേഡ് ഇതിന് പോസിബിൾ അല്ലാത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. എസ്റ്റിമേഷൻ ഓഫ് ഹലജൻസ്. ഹലജൻസ് ആർ എസ്റ്റിമേറ്റഡ് ബൈ കാരിയസ് മെത്തേഡ്. കാരിയസ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഹലജൻസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കാരിയസ് മെത്തേഡിൽ ഓർഗാനിക് കോമ്പൗണ്ടും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൽ എടുക്കുകയാണ്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ സിൽവർ നൈട്രേറ്റും കൂടി എടുത്ത് ഒരു ട്യൂബിൽ, ഗ്ലാസ് ട്യൂബിലാണ് എടുത്തിട്ടുണ്ടാവുക. ഗ്ലാസ് ട്യൂബിനുള്ളിലാണ് ഈ ടെസ്റ്റ് ട്യൂബിൽ ഓർഗാനിക് കോമ്പൗണ്ടും അതേപോലെ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും എടുത്തിട്ടുണ്ടാവുക. നൈട്രിക് ആസിഡിലാണ് ഓർഗാനിക് കോമ്പൗണ്ട്, ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റ്. ഇത്രയും ഒരു കാണുന്ന ഗ്ലാസ് ട്യൂബിലാണ് എടുത്തിട്ടുണ്ടാവുക. AgNa3 ആഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കൂടി എടുത്തിട്ടുള്ള ആ ട്യൂബിനെ പറയുന്ന, ഗ്ലാസ് ട്യൂബിനെ പറയുന്ന പേരാണ് കാരിയസ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരിയസ് ട്യൂബിനുള്ളിലാണ് ഈ റിയാക്ഷൻ മുഴുവനും നടക്കുന്നത്. പ്രോസസ്സ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറും. അതോടൊപ്പം ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഹലജൻ എന്തായിട്ട് മാറും? സിൽവർ ഹാലൈഡ്, AgX സിൽവർ ഹാലൈഡായിട്ട് മാറും. ഹാലൈഡ് കാണുന്നത് പോലെ AgCl, AgBr, AgI, സിൽവർ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഇതിങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ആ പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്യും, വാഷ് ചെയ്യും. എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്ത് അതിൻ്റെ വെയിറ്റ് നമ്മളെടുക്കും. അപ്പോൾ നമ്മളൊരു ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓർഗാനിക് കോമ്പൗണ്ടാണ് എടുത്തത്, അതിൽ നിന്ന് എത്ര സിൽവർ ഹാലൈഡ് കിട്ടി എന്നുള്ളത് നമ്മൾ മാസ് കണക്കാക്കും. അതിൽ നിന്നാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ, എത്ര ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുത്തു, അതാണ് m ഗ്രാം. ഇനി ദി മാസ് ഓഫ് AgX ഫോംഡ്, എത്ര ഗ്രാം സിൽവർ ഹാലൈഡ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടി, അതാണ് m1 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോള് AgXന് ഒരു മോള് ഹാലജൻ ഉണ്ടാവും. ഒരു മോൾ സിൽവർ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു മോള് ഹലജൻ ഉണ്ടാവും. ഹെൻസ് മാസ് ഓഫ് ഹലജൻ ഇൻ m1 ഗ്രാം ഓഫ് AgX. അങ്ങനെയാണെങ്കിൽ m1 ഗ്രാമാണ് നമുക്ക് സിൽവർ ഹാലൈഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ഹലജൻ ഉണ്ടാവുമെന്ന് കാണാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് ഹലജൻ ഇൻറ്റു m1 ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ്. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഈ പെർസെൻറ്റേജ് ഓഫ് ഹലജൻ
കണ്ടെത്തുക. അറ്റോമിക് മാസ് ഓഫ് ഹലജൻ ഇൻറ്റു M1 ഇൻറ്റു 100 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ് ഇൻറ്റു M എന്നുള്ള ഇക്വേഷൻ വെച്ച് ആ തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര ശതമാനം, എത്ര പെർസെൻറ്റേജ് ഹലജൻ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. എസ്റ്റിമേഷൻ ഓഫ് സൾഫർ നടക്കുന്നതും കാരിയസ് ട്യൂബിൽ തന്നെയാണ്. കാരിയസ് ട്യൂബ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ഗിവൺ മാസ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി നോൺ മാസ് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് കാരിയസ് ട്യൂബിനുള്ളിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുള്ളത്. ഓർഗാനിക് കോമ്പൗണ്ട് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ കാരിയസ് ട്യൂബിനുള്ളിൽ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ. അതിനെ നമ്മൾ ഈ കാരിയസ് ട്യൂബിനെ നമ്മൾ ഒരു ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്യണം. ഫർണസിൽ വെച്ച് ഹീറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നടത്തുക. ഫർണസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന റിയാക്ഷൻ സൾഫർ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും, H2SO4 ആയിട്ട് മാറും. ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് പ്ലസ് നൈട്രിക് ആസിഡ് അത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറിയിട്ടുണ്ടാവും. അതിലേക്ക് അക്വസ് സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് BaCl2 സൊല്യൂഷൻ, എക്സസ് BaCl2 സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റ് എന്നുള്ള പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഈ ബേരിയം സൾഫേറ്റ് എന്നുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്ത് അതിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അതിൻ്റെ വെയിറ്റ്, എത്ര ബേരിയം സൾഫേറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള അതിൻ്റെ വെയിറ്റ് മാസ് കണ്ടെത്തുകയാണ്. മാസ് ഉപയോഗിച്ച് നമുക്ക് സൾഫറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ M ഗ്രാം, ലെറ്റ് ദി മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ, എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് M ഗ്രാം. ബേരിയം സൾഫേറ്റ് ഉണ്ടായ ബേരിയം സൾഫേറ്റ്, ദി മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഫോംഡ് M1 ഗ്രാം. ബേരിയം സൾഫേറ്റിൻ്റെ മോളിക്കുലാർ മാസ് 233 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 മോൾ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 233 ഗ്രാം ബേരിയം സൾഫേറ്റാണ്. അതിൽ 32 ഗ്രാം സൾഫർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ M1 ഗ്രാം ബേരിയം സൾഫേറ്റിൽ M1 × 32 ഡിവൈഡ് ബൈ 233 ഗ്രാം സൾഫർ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് M1 നമുക്ക് മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഫോംഡ് നമുക്കറിയാം. അത് വെച്ച് നമുക്ക് എത്ര സൾഫർ ഉണ്ടെന്ന് M1 × 32 ഡിവൈഡ് ബൈ 233 എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടെത്താം. ഇത് പെർസെൻറ്റേജ് ഓഫ് സൾഫർ, എത്ര ശതമാനം സൾഫർ ഉണ്ടായില്ല, അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ 32 × M1 × 100 ഡിവൈഡ് ബൈ 233 × M. അപ്പോൾ ഈ അവസാനത്തെ പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓഫ് ഫോസ്ഫറസ്, ഇതും കാരിയസ് ട്യൂബിൽ തന്നെയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സീൽഡ് ട്യൂബാണ്. അതിൽ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഫോമിംഗ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ അത് ഒരു ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്യാണ്. ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഫോസ്ഫറസ്, ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഫോസ്ഫോറിക് ആസിഡായിട്ട് മാറും, H3PO4 ആയിട്ട് മാറും. അതായത് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഫോസ്ഫോറിക് ആസിഡിലേക്ക് ഫർണസിൽ നിന്ന് കിട്ടിയ, കാരിയസ് ട്യൂബിൽ നിന്ന് കിട്ടിയ ഫോസ്ഫോറിക് ആസിഡിലേക്ക് അമോണിയം മോളിബിഡേറ്റും ചേർക്കുകയാണ്. നമുക്ക് അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ് എന്നുള്ള ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ്. അടുത്ത മെത്തേഡാണ് ഫോസ്ഫറസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് മഗ്നീഷ്യ മിക്സ്ചർ. ഫോസ്ഫോറിക് ആസിഡിനെ മഗ്നീഷ്യ മിക്സ്ചറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. മഗ്നീഷ്യ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ക്ലോറൈഡും 100 ഗ്രാം, അതേപോലെ അമോണിയം ക്ലോറൈഡ് പ്ലസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, ഈ മിക്സ്ചറിനെയാണ് മഗ്നീഷ്യ മിക്സ്ചർ എന്ന് പറയും. ഫോസ്ഫോറിക് ആസിഡിനെ ഫർണസിൽ നിന്ന് കിട്ടിയ ഫോസ്ഫോറിക് ആസിഡിനെ ഈ മഗ്നീഷ്യ മിക്സ്ചറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഫോസ്ഫോറിക് ആസിഡ് അമോണിയം ക്ലോറൈഡും അല്ലെങ്കിൽ മഗ്നീഷ്യ മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് കിട്ടും. ഈ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യാം, വാഷ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഡ്രൈ ചെയ്ത് അതിൻ്റെ മാസ് നമുക്ക് കണക്കാക്കാം. അമോണിയം മോളിബിഡേറ്റ് ഉപയോഗിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഫോസ്ഫറസിൻ്റെ
അമോണിയം ഫോസ്ഫോമോളിബിഡേറ്റിൻ്റെ കാൽക്കുലേഷനാണ്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എം, മാഗ്നീഷ്യം പൈറോഫോസ്ഫോ Mg2P2O7 ഫോംഡ് M1 ഗ്രാം, മോളിക്കുലാർ മാസ് ഓഫ് മാഗ്നീഷ്യം അമോണിയം ഫോസ്ഫോമോളിബിഡേറ്റ് ഉണ്ടായതിൻ്റെ അതിൻ്റെ മോളിക്കുലാർ മാസ് 1877 ഗ്രാം, ഫോസ്ഫറസിൻ്റെ അറ്റോമിക് മാസ് 31 ഗ്രാം. അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് ഇൻ ദി കോമ്പൗണ്ട് ഈക്വൽ ടു M1 × 31 ഡിവൈഡ് ബൈ 1877 × 100/m എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ഫോസ്ഫറസിൻ്റെ പെർസെൻറ്റേജ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. മാഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്ത ഇതിൻ്റെ കാൽക്കുലേഷനാണ്. അതിൽ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ M1 × 62 ഡിവൈഡ് ബൈ 222 × 100/m എന്നുള്ളതാണ് ഇക്വേഷൻ. അവിടെ M മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടാണ്. M1 എന്ന് പറയുന്നത് Mg2P2O7 ഫോം ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. പൈറോഫോസ്ഫേറ്റ് മോളിക്കുലാർ മാസ് 222 ഗ്രാം ആണ്. മാസ് ഓഫ് ദി 2 ഫോസ്ഫറസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദി കോമ്പൗണ്ട് Mg2P2O7 = 31 × 2, അതാണ് 62 എന്ന് വരാനുള്ള കാരണം. ദി ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ഓക്സിജൻ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം നമ്മൾ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്യാണ്. ആ ഫർണസിൻ്റെ പ്രത്യേകത അവിടെ നൈട്രജൻ ഗ്യാസിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അതാണ് നൈട്രജൻ ഗ്യാസ് N2ൻ്റെ പ്രസൻസിലാണ് ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഫർണസിൽ. ആ ഫർണസിൽ ഹീറ്റ് ചെയ്യുന്നതോടുകൂടി ഓർഗാനിക് കോമ്പൗണ്ടിലെ ഓരോ എലമെൻറ്റും ലിബറേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യപ്പെടും. ആ ഓക്സിജൻ ഈ ഗ്രാനുലാർ കാർബണിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ താഴെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ. ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനും മറ്റുള്ള ഗ്യാഷ്യസ് പ്രോഡക്ട്സൊക്കെ റിലീസ് ചെയ്യും. അതോടൊപ്പം തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ ആ ഫർണസിലുള്ള റെഡ് ഹോട്ട് കോക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ കാർബൺ മോണോക്സൈഡ് സോഡ ആസ്പെറ്റോസിലൂടെ പാസ് ചെയ്ത് നേരെ അടുത്ത ഫർണസിലേക്ക് പോകും. ആ ഫർണസിൽ നടക്കുന്നത് I2O5 ആണ്. അതായത് അയഡിൻ പെൻറ്റോക്സൈഡാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫർണസിൽ. ആ അയഡിൻ പെൻറ്റോക്സൈഡ് കാർബൺ മോണോക്സൈഡ് I2O5 റിയാക്ട് ചെയ്യും. അയഡിൻ പെൻറ്റോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആവും. അതോടൊപ്പം തന്നെ അയഡിൻ ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് ഫോം ചെയ്യുന്ന കാർബൺ മോണോക്സൈഡാണ് സോഡ ആസ്പെറ്റോസിലൂടെ കടന്നു വന്ന് I2O5 എക്സിസ്റ്റ് ചെയ്യുന്ന ഫർണസിലെത്തുന്നത്. ഫർണസിൽ കാർബൺ മോണോക്സൈഡും I2O5 കൂടി റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡും അയഡിനും ലിബറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അയഡിൻ, ഇങ്ങനെ വരുന്ന അയഡിൻ ഗ്യാസിനെ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനിലൂടെയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലൂടെയും പാസ് ചെയ്ത് ശേഷം അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിലൂടെയും പാസ് ചെയ്ത് നമുക്ക് അയഡിൻ മാത്രം നമുക്കവിടെ കിട്ടും. ആ അയഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ആണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ, എത്ര അയഡിൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് നമ്മൾ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്സിജനിലുള്ള കാൽക്കുലേഷൻസ് ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനും മറ്റുള്ള ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിജൻ കാർബണുമായിട്ട് ഗ്രാനുലാർ കാർബണുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവും. ആ കാർബൺ മോണോക്സൈഡ് I2O5 റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡും I2 ആയിട്ട് മാറും. നോക്കുക, അവിടെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 5 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം. അതിൻ്റെ കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്. 5 ഓക്സിജന് 10 കാർബൺ ഡയോക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഓക്സിജൻ അങ്ങനെ ആകുമ്പോൾ ഒരു ഓക്സിജൻ 2 കാർബൺ ഡയോക്സൈഡ് എന്നുള്ള നിലക്കാണ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് 5 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ, ഒരു മോൾ ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം ആണ്. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ. മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം. മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. മാസ് ഓഫ് 2 മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 × 2 88 ഗ്രാമാണ്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ M ഗ്രാം.
mass of carbon dioxide formed m1 gram. We have seen that 88 gram of carbon dioxide is obtained if 32 gram of oxygen is liberated. Then m1 gram of carbon dioxide is obtained if 32 into m1 divided by 88 gram of oxygen liberated. Therefore, the amount of oxygen liberated from m gram of organic compound is equal to 32 into m1 gram divided by 82 into m. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ അബ്സോർബ് ചെയ്യപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വെച്ചാണ് ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഒരു രീതിയിൽ നമുക്ക് 100 gram of compound produces 32 into m1 into 100 divided by 82 into m എന്നുള്ളത് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദി ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി വെച്ചും ലിബറേറ്റ് ചെയ്ത അയഡിൻ്റെ ക്വാണ്ടിറ്റി വെച്ചും നമുക്ക് ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും.